ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 1:45 1:50 ആ സമയങ്ങളിൽ പിന്നെ ഇവിടെ തമ്പാനൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എതിർവശത്തുള്ള സ്റ്റാൻഡിൽ ഞങ്ങൾ ബസ്സിലേക്ക് കയറിയിരുന്നു. എൻ്റെ കൂടെ 2-3 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ആ സമയത്താണ് ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ബഹളം കേട്ടിട്ട് ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഈ പ്രസ്തുത വ്യക്തി 2 ബസ്സിനിടയിൽ ജാമായി നിൽക്കുന്നതാണ് കാഴ്ച കണ്ടത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഈ KSRTC പിന്നെ ഡ്രൈവറോട് പറയുന്നുണ്ട് ബസ് പുറകിലേക്ക് എടുക്കാനും, അല്ലെങ്കിൽ ആ ബസ് ഓപ്പോസിറ്റുള്ള ഡ്രൈവർ പ്രൈവറ്റ് ബസ്സിനോട് മുന്നോട്ടെടുക്കാനും പറയുന്നുണ്ട്. പക്ഷേ രണ്ടുപേരും എടുക്കാൻ ആദ്യഘട്ടത്തിലൊന്നും തയ്യാറായില്ല. ഒരു 2-3 മിനിറ്റിന് ശേഷമാണ് ആളുകൾ അതിതീവ്രമായി ബഹളം വെച്ചതിന് ശേഷമാണ് ഈ KSRTC ബസ് പുറകിലേക്ക് എടുക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം കുഴഞ്ഞു വീണു. ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് മെഡിക്കൽ വിദ്യാർത്ഥികളാണോ എന്തോന്നറിയില്ല, കുറച്ച് വിദ്യാർത്ഥിനികളും കൂടെ ആ പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങൾ കൊണ്ട് കിടത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെവിയിലൂടെയും കണ്ണിലൂടെയും വായിലൂടെയൊക്കെ രക്തം വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം ചെറിയൊരു മിടിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് കുറച്ചു നേരം ഓട്ടോക്കാരും എല്ലാവരും അതുപോലുള്ള വാഹനങ്ങളൊക്കെ നോക്കിയപ്പോൾ ഞങ്ങൾ കാണുന്നത് ഒരു 2-3 മിനിറ്റ് എന്തായാലും ആ ബസ്സിനിടയിൽ അദ്ദേഹം പെട്ടിട്ടുണ്ട്. കുറച്ച് സമയത്തിന് ശേഷമാണ് പോലീസ് വാഹനം വന്ന് ആദ്യഘട്ടത്തിൽ ആംബുലൻസിനെ വിളിക്കുന്നു. പക്ഷേ ഇവിടെ എല്ലാം ബ്ലോക്കായതിനു ശേഷം ആംബുലൻസ് എത്തിയില്ല. ഒടുവിൽ ആ പോലീസ് വാഹനത്തിൽ തന്നെ അദ്ദേഹത്തിനെ കൊണ്ടുപോയുണ്ടായത്.